സൂചിപ്പിച്ച പോലെ ജാതിമത കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി എങ്ങനെ സംഘം ചേരാമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നിവിടെ വെള്ളൂരിൻ്റെ ഹൃദയഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളെക്കുറിച്ചൊന്നും ഇനി വെള്ളൂർ വസിക്കുന്നതോ വെള്ളൂരിലൂടെ കടന്നു പോകുന്നതായ ഒരാളെയും നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ പ്രിയ സഹോദരൻ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേരുടെ വാഹനാപകടങ്ങളിലൂടെ അവരുടെ ജീവിതത്തിന് ക്ലേശം സമ്മാനിക്കുകയും ഒരു റോഡ് എങ്ങനെ ഒരു നാടിന് ശാപമായി മാറാമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി മാറുകയും ചെയ്ത ഈ ചന്തപ്പാലം മുളക്കളം റോഡ് അടിയന്തിരമായി പണി തീർത്ത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒറ്റ മനസ്സുമായി കൂടിയിരിക്കുന്ന മുഴുവൻ ജനങ്ങളുമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇതിൽ എത്താൻ കഴിയാത്ത നിരവധി പേർ സമീപ പ്രദേശങ്ങളിലുണ്ട്. എല്ലാവരെയും ഹൃദയാഭിവാദ്യം ചെയ്യുകയാണ്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ അതിന് അധികാരപ്പെട്ടിട്ടുള്ള ഉന്നതാധികാരികൾ സജീവമായി ഇടപെടണമെന്നും വെള്ളൂരുള്ള ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്നും തുടക്കത്തിൽ തന്നെ പറയാനും ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ രൂപം കൊണ്ടിരിക്കുന്ന ഈ ഒരു ജനകീയ കൂട്ടായ്മ യഥാർത്ഥത്തിൽ വെള്ളൂരിൻ്റെ വികസനത്തിൻ്റെ ഒരു ആദ്യത്തെ ചൂണ്ടുപലകയാണ്. ഏതൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാമെന്നുള്ളതിൻ്റെ നിരവധി നിർദ്ദേശങ്ങൾ ഏതാനും ചില യോഗങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഓരോ വെള്ളൂർ നിവാസികളും സമീപ പ്രദേശത്തുള്ളവരും ആഗ്രഹിക്കുന്നത് നല്ല റോഡ്, വെളിച്ചം, വെള്ളം ഇതൊക്കെ അനുഭവവേദ്യമാക്കുന്ന ഒരു തലത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ജനകീയ പോരാട്ടം തുടങ്ങേണ്ടതുണ്ട്. അതിൻ്റെ ഒന്നാം ഘട്ട പ്രവർത്തനം നമ്മളൊന്ന് ആരംഭിക്കുകയാണ്. ഈ റോഡിൻ്റെ തുടർന്നുള്ള സമരപരിപാടികൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ള കാര്യവും ഇതിൻ്റെ നിലവിലെ അവസ്ഥയുമെല്ലാം വളരെ ചെറിയ വാക്കുകളിൽ നമ്മുടെ ആരാധനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ചെയർമാൻ ശ്രീ വേണുഗോപാൽ പാലക്കാട്ട് വിശദീകരിക്കും. ഈ യോഗത്തിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നാണെങ്കിലും എത്തിയിരിക്കുന്ന മുഴുവൻ സുമനസ്സുകൾക്കും ഈ ജനകീയ സമിതിയുടെ പേരിൽ കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇത് നമുക്ക് പുതിയൊരു ഊർജ്ജം നൽകുന്ന ഒരു ചുവടുവെപ്പാണ്. ഇതിൽ ഏറ്റക്കുറച്ചിലുകളില്ല, വലിപ്പച്ചെറുപ്പങ്ങളില്ല, ജാതിമത രാഷ്ട്രീയ ചിന്തകളില്ലാതെ നമ്മുടെ നാട് നാളെ നമ്മുടെ സ്വപ്നം കാണുന്ന വെള്ളൂര് എങ്ങനെയാകണമെന്ന് നമുക്ക് ഉറപ്പിക്കാനുള്ള ആദ്യ ചുവടിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ചെറിയ ഒരു വിശദീകരണത്തിനായി ചെയർമാൻ ശ്രീ വേണുഗോപാൽ പാലക്കാടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക.